വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മള് കുറെ ആയ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് എന്താന്ന് വെച്ചാല് ഷോർട്ട് വീഡിയോ ഇട്ട് അങ്ങ് ശീലായി പോയി. ലോങ് വീഡിയോ ഇടാനുള്ള മടിയായിരുന്നു. അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ച് നിങ്ങൾക്ക് എന്റെ അടുത്തുള്ള കുറച്ച് ലിപ്സ്റ്റിക് കളക്ഷൻസ് കാണിച്ചു തരാം. അതായത് ഞാൻ കുറച്ചൊന്നും യൂസ് ചെയ്യുന്ന ഒരു 4-5 ഉണ്ടെങ്കിലും 1-2 കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യാനുള്ളൂ. അപ്പൊ എനിക്ക് കൂടുതൽ ഓക്കെ ആണെന്ന് തോന്നിയില്ല. കുറച്ച് നല്ല നല്ല സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അപ്പൊ ഫസ്റ്റ് തന്നെ നിങ്ങൾ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ നിങ്ങൾക്ക് നല്ല പോലെ ലിപ്പ് സെറ്റ് ആക്കി വെക്കാൻ പറ്റുന്ന ഒരു ലിപ് ബാം ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ജസ്റ്റ് ലിപ് ബാം അപ്ലൈ ചെയ്തിട്ട് പിന്നെ ലിപ്സ്റ്റിക് ഇടാതെ ലിപ് ബാം ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് ലിപ്സ്റ്റിക് ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല സെറ്റ് ആയിട്ടിരിക്കും. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന ലിപ് ബാം കെമിസ്റ്റർ പ്ലാന്റെ ലിപ് ബാം ആണ്. ഇത് ടിൻഡഡ് ആണ് വരുന്നത്. ഇതിൽ SPF 50 ഉണ്ട്, PA4+ ഉണ്ട്. ഇതൊരു നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. ഇതാ ഒരു നല്ലൊരു പിങ്ക് കളർ ഉണ്ടാവും. ഇട്ട് കഴിഞ്ഞാൽ തന്നെ ലിപ്സ്റ്റിക്കിന് ഒരു ആവശ്യമായിട്ട് തോന്നില്ല. ലിപ്സ്റ്റിക് ഇടണം എന്നുള്ളവർക്കാണെങ്കിൽ ഇടാം. അത്യാവശ്യം കുറച്ചു നേരം നിൽക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ലിപ്സ്റ്റിക്കിലോട്ട് പോയാലോ. ഫസ്റ്റ് ലിപ് ലൈനർ വരുന്നത് ഹിൽസ് പ്രൊഫഷണലിന്റെ പൗട്ട് മാറ്റ് ലിപ്സ്റ്റിക് ആണ് വരുന്നത്. കണ്ടോ, ഈ ഒരു പിങ്കാ വരുന്നത്. നല്ല ഷെയ്ഡാണ്. ഇനി അടുത്ത ലിപ് ലൈനർ ഞാൻ കാണിച്ചു തരട്ടെ. ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതിലേതാ ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. കാരണം ഇത് ഞാൻ ലിപ്സ്റ്റിക് ആയിട്ടും ലിപ് ബാം ആയിട്ടും ലിപ് കോംബോ ആയിട്ടും എങ്ങനെയായാലും യൂസ് ചെയ്യും. കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഷെയ്ഡാണ് ഇത്. ഷെയ്ഡ് നമ്പർ ഒന്നും ഇതിൽ കാണുന്നില്ല. ഇത് മാൾസിന്റെ ലിപ് ലൈനർ ആണ്. ഇതിന്റെ ഷെയ്ഡ് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഒരു നല്ലൊരു അടിപൊളി ഷെയ്ഡാണ് വരുന്നത്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നല്ല ബ്രൗൺ വെച്ചാല് അത് അടിപൊളി ബ്രൗൺ ആണ് വരുന്നത്. നമുക്ക് ഫസ്റ്റ് ലിപ് ക്രയോണിലോട്ട് പോവാം. എന്റെ അടുത്തുള്ളത് ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കും ബാക്കി എല്ലാം മാറ്റ് ലിക്വിഡ് അങ്ങനത്തെയൊക്കെ. അപ്പൊ ഫസ്റ്റ് താഴെക്കൂടിയുള്ള ലിപ് ക്രയോൺ ആണ് നമ്മള് ഗേൾ പവർ 10 മാൾസിന്റെ. എല്ലാം ഓൾമോസ്റ്റ് എല്ലാം മാൾസിന്റെ തന്നെയാണ്. അപ്പൊ ഇതാണ് ഗേൾ പവർ. ഒരിടയ്ക്ക് മൊത്തം ട്രെൻഡിങ് ആയിരുന്നു. ഫുൾ ഗേൾ പവർ ആയിരുന്നു. ഇപ്പൊ അത് മാറി കുറെ വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഗേൾ പവറാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഗേൾ പവർ കാണിക്കാൻ ഗേൾ പവറിന്റെ ഈ മറ്റു സാധനം ഉണ്ടല്ലോ, അത് എന്റെ അടുത്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ച് ഇതാണ് ഗേൾ പവർ. കാണുന്നുണ്ടോ? ഇത് അങ്ങനെ ഇട്ടുകൊണ്ട് ഒരു വൃത്തിയിലാണ് എടുക്കുന്നത്. പക്ഷെ നല്ലൊരു ഷെയ്ഡാണ്. എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ്. പെട്ടെന്ന് നമ്മുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആയ പോലെ തോന്നും കേട്ടോ. ഇത് ഗേൾ പവർ. ഇനി അടുത്ത ഞാൻ നമുക്ക് ബുള്ളറ്റ് ലിപ്സ്റ്റിക് നോക്കാം. ഇതും മാൾസിന്റെ ആണ്. ഇത് ഒരിടയ്ക്ക് ഫേമസ് ആയിട്ടുള്ള ഖൂബ്സൂരത് കുച്ചിപ്പുടി. ഓർമ്മയുണ്ടോന്ന് എനിക്കറിയത്തില്ല. ഇത് ഞാൻ കുറെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതിനെ കുറഞ്ഞാണ്. തീർന്നു. ഇത്രയേ ഉള്ളൂ. സ്വാച്ച് ചെയ്ത് കാണിക്കണോ? ഈ ഒരു ബ്രിക്ക് ഓറഞ്ച് ബ്രൗൺ ആ ഒരു ടോണാണ് വരുന്നത്. എട്ടാണ് ചേർത്ത. അടുത്തത് വേറൊരു ബ്രാൻഡിന്റെ ആണ്. ഇത് വന്നിട്ട് ഇൻസൈറ്റിന്റെ ഫ്ലേമിംഗ് ഓബൺ എന്നാണ് എഴുതിയിരിക്കുന്നത്. എനിക്കറിയത്തില്ല. പക്ഷെ ഇതിന്റെ മണം ഉണ്ടല്ലോ, ഒരുമാതിരി വൃത്തിയായിട്ട മണം. ഇനി അടുത്ത ഇതിന്റെ ഷെയ്ഡ് ഞാൻ കാണിച്ചത് ഈ ഒരു പിങ്കി ആ ഒരു ടൈപ്പാണ്. ഇത് എടുത്ത് കാണിച്ചത്. ഈ എത്നിക് വെയർ ഉണ്ടാവില്ലേ, അതാകുമ്പോൾ കുറച്ച് ഒരു കുർത്തി അങ്ങനത്തെ ഒക്കെ ടൈപ്പിന്റെ കൂടെ ഇടുമ്പോൾ നല്ല സ്യൂട്ട് ആയിട്ട് പോകും. അല്ലാണ്ട് വെസ്റ്റേൺ ആ ഒരു ഇതിന്റെ ഇപ്പോ ചേരത്തില്ലാന്ന് എനിക്ക് തോന്നുന്നത്. ഡ്രൈയിങ് ആണ്. ഭയങ്കര ഒരു തിക്കായിട്ടുള്ള ഒരു ഫീൽ ആ വരുന്നത്. ലിപ്പിൽ എന്തോ ഇങ്ങനെ ഇരിക്കുന്ന പോലെ തോന്നും. പക്ഷെ കുഴപ്പമില്ല, കൊള്ളാവുന്നതാണ്. ലോങ് ലാസ്റ്റിംഗ് ആണോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം അത് കൂടുതലാണ്. ട്രാൻസ്ഫർ പ്രൂഫ് ആണ്. നമുക്ക് ഇത് മാറ്റിയിട്ട് അടുത്ത ട്രൈ ചെയ്യാം. ഇനി അടുത്ത ഷെയ്ഡാണ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഇൻ മാൾസ് കളക്ഷൻ, ഹെർട്ടി. ഇത് ഞാൻ ഒരിടയ്ക്ക് ഇട്ടപ്പോൾ കുറെ ആൾക്കാർ എൻ്റെ അടുത്ത് ലിങ്ക് തരുമോ ചോദിച്ച്. അപ്പൊ ഞാൻ ഇത് ലിങ്ക് തരാം. ഇതാണ് മാൾസിന്റെ ഹെർട്ടി ഷെയ്ഡ്. ഇത് വന്നിട്ട് ഷെയ്ഡ് നമ്പർ 9 ഹെർട്ടി ആണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 250 ആ റേറ്റ് ആണ്. അത്യാവശ്യം നല്ല ബോൾഡ് ആയിട്ട് നല്ല ഇങ്ങനെ എന്താ പറയാ, ഒരു നൈറ്റ് പാർട്ടി ഡേറ്റിനൊക്കെ പോകുമ്പോഴേ വരെ നല്ലൊരു ബോൾഡ് ആയിട്ട് ലിപ്സ്റ്റിക് ആയിരുന്നു. ബ്ലോഡ് മാറ്റ് ആണ് കേട്ടോ. ഇപ്പൊ കാണിച്ച ഷെയ്ഡ് ഇത് ഇട്ടേ കാണിച്ചാട്ടെ. ഇതിന്റെ ആപ്ലിക്കേറ്റർ നല്ല കേട്ടോ. നമുക്ക് നല്ല ഷേപ്പിൽ കണ്ടോ, ഒരു ബോൾഡ് ആയിട്ടുള്ളൊരു ബ്രൗൺ ആ ഒരു ഷെയ്ഡാണ്. ഇത് ലൈറ്റ് ആയിട്ട് നീക്കിടാം, ഡാർക്ക് ആക്കിയിട്ടിടാം, എങ്ങനെ വേണമെങ്കിലും ഇടാം.
ഇത് ഭയങ്കര ട്രാൻസ്ഫർ പ്രൂഫാണ്. റീസെന്റ് ആയിട്ടുള്ള കുറച്ചധികം മാസമായി തോന്നുന്നു ദിയ കൃഷ്ണ ഒരിടയ്ക്ക് വൈറലാക്കിയല്ലോ മൈ ലിപ് ഷെയ്ഡീസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ വൈറലാക്കാൻ പോകുന്ന ഒരു സാധനമാണ് മാൾസിന്റെ മോസ് ലിപ്സ്റ്റിക്. പേരിനോട് ഇത്രയും നീതി പുലർത്തുന്ന ഒരു ലിപ്സ്റ്റിക് ബ്രാൻഡ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം മോസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ക്രീമി ആയിട്ട് ടെക്സ്റ്റാണ്. അതുപോലെ തന്നെ അത്രയും ക്രീമി ആയിട്ട് നിങ്ങൾക്ക് എന്താ പറയുക ഇങ്ങനെ അലിഞ്ഞു പോകുന്ന ആ ഒരു ടൈപ്പ് ആയിരുന്നു. മോസ് മാറ്റ് ലിപ്സ്റ്റിക് ആണ്, പക്ഷെ മാറ്റ് ആയിട്ട് എനിക്ക് തോന്നില്ല. ബട്ട് പേരിനോട് അത്രയും നീതി വളർന്നത് അടിപൊളി ഷെയ്ഡ് ഷോ സ്റ്റോപ്പർ 11. യൂസ് ചെയ്ത് ഇപ്പൊ ഇത് വാങ്ങിയപ്പോ തൊട്ട് ഞാൻ ഇത് തന്നെയാ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ വാങ്ങിയിട്ട് എത്രയായി, 2 മാസം അങ്ങനെ എന്തായില്ല. നോക്കോ, എനിക്ക് ലിപ്സ്റ്റിക് ഒന്നും ഇടാൻ താല്പര്യമില്ല, എന്നാൽ ലിപ്സ്റ്റിക് ഇടണം. ശരിയാവാ, ലിപ്സ്റ്റിക് ഇടാൻ വലിയ താല്പര്യമില്ല, എന്നാ ഇട്ടാൽ അങ്ങനെ കാണാൻ മീൻസ് എടുത്തറിയാനും പാടില്ല. ആ ഒരു ടൈപ്പ് എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ ഇതുപോലത്തെ ഒരു അടിപൊളി ലിപ് ഷെയ്ഡ്. പക്ഷെ ഒരു 250 ആ റേഞ്ച് കേട്ടോ. ഈ ലിപ്സ്റ്റിക്ക് ഞാനിപ്പോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെയൊക്കെ ലിങ്ക് വേണമെന്നുണ്ടാവല്ലോ നിങ്ങൾക്ക്. അപ്പൊ അതിന് വേണ്ടിട്ട് എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും എന്റെ യൂട്യൂബ് ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലിങ്ക് എന്ന് പറഞ്ഞ് കമന്റ് ചെയ്താൽ മതി. ഞാൻ പ്രൊഡക്റ്റിന് ലിങ്കൊക്കെ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ വിഷ് ലിങ്കിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോ അടുത്ത വീഡിയോ വരുന്നതായിട്ടും സ്റ്റേ ട്യൂൺഡ്. ബൈ. പിന്നെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബൈ.